This is Sai Hai with another opportunity നൽകുന്നത് CSIR സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് എസ്പെഷ്യലി ഫോർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. കാരണം നൽകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെയാണ്. അതും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു പ്രത്യേക ഒരു ക്രൈറ്റീരിയയും കൂടെ അവർ പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ പഠിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ ആരെങ്കിലും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു നല്ലൊരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ് CSIR നൽകുന്നത്. സോ ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ സമ്മർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നുണ്ട്. സോ 2025 6th സെമസ്റ്റർ കംപ്ലീറ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതും BE/BTech കോഴ്സ് ബൈ മെയ് ഒരു ജൂൺ ഒരു ടൈം പീരീഡിൽ വരുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അതും ഈ എഞ്ചിനീയറിംഗ് എസ്പെഷ്യലി IIT NIT സ്റ്റുഡൻസ് അല്ലെങ്കിൽ അതർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് എഞ്ചിനീയറിംഗ് കോളേജസിൽ ത്രൂ ഔട്ട് ഇന്ത്യയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ഏതൊരു ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി അവർ പറയുന്നുണ്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, IT information technology, mechatronics, then biotechnology, biochemical engineering, computer science and engineering, electronics and communication engineering, manufacturing technology, metallurgy and material engineering, chemical engineering, electrical engineering, electronics and instrumentation, mechanical engineering, production engineering. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഡിസിപ്ലിൻസ് എന്ന് അവർ പറയുന്നുണ്ട്. സോ ഈ മേഖലയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുപോലെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നിങ്ങൾക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഫീൽഡിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓൺഗോയിങ് റിസർച്ചേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ, എസ്പെഷ്യലി അവിടെയുള്ള പ്രൊഫസേഴ്സിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ ഹാൻഡ്സ് ഓൺ വർക്കായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ തന്നെ റിപ്പോർട്ട് സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. സോ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സമ്മർ ഇൻറ്റേൺഷിപ്പാണ്. സോ 4 to 8 വീക്കാണ് ഒരു സമ്മർ വെക്കേഷൻ ടൈമിലുള്ള ടൈം പീരീഡ്. അതായത് മെയ് ടു ജൂലൈ വരെയുള്ള 2025 ആ ഒരു മന്ത് പീരീഡാണ് പറയുന്നത്. സ്പെഷ്യലി അവർ പറയുന്നത് സമ്മർ ഇൻറ്റേൺഷിപ്പ് 4 to 8 വീക്സ് മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ബേസ്ഡ് ഓൺ യുവർ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ സ്കിൽസ് അതിനനുസരിച്ചിട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരും. ബട്ട് ലിമിറ്റഡ് എന്ന് പറയുന്നത് 4 to 8 വീക്ക് എന്ന് പറയുന്നുണ്ട്. ടോട്ടൽ ഇൻടേക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ദ സമ്മർ ഇൻറ്റേൺസ് ആൻഡ് അവിടെ നടക്കുന്ന ഓൺഗോയിങ് ആയിട്ടുള്ള R&D വർക്ക്, റിസർച്ച് ഡെവലപ്മെൻറ്റ് വർക്ക്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അവർ ഇത് ടോട്ടൽ നമ്പർ ഓഫ് ഇൻടേക്ക് എന്ന് പറയുന്നത്. സോ എത്രയെന്ന് പറഞ്ഞിട്ടില്ല. സോ അതിനനുസരിച്ച് നമ്മൾ നോക്കണം. നമ്മൾ ഫീൽഡ് ഓഫ് വർക്കും ഇൻട്രസ്റ്റും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ട്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു അഡ്രസ്സിലോട്ട്. ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന ഇൻറ്റേൺസ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിസർച്ച് വിൽ ബി ഡൺ ഓൺ ദ ബേസ് ഓഫ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് നോർമൽ PG സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ UG സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ എടുത്ത് പറയുന്നത്. ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ BE/BTech സ്റ്റുഡൻസ് എസ്പെഷ്യലി കോളേജ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കുന്ന 6th സെമസ്റ്ററിൽ ഓൺഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രം, കംപ്ലീഷൻ ഓഫ് ദ 6th സെമസ്റ്റർ എന്ന് പറയുന്നുണ്ട്. അതായത് തേർഡ് ഇയർ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് അവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ ഇന്ന ഫീൽഡ് ഡിസിപ്ലിൻസ് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓൾറെഡി പറഞ്ഞ് അതും നിങ്ങൾ ക്രൈറ്റീരിയ ആയിട്ട് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ 10th ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് 10th ആസ് വെൽ ആസ് 12th ബോർഡ് എക്സാമിൽ ഫസ്റ്റ് ഡിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾ പാസ്സായിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ എക്സാംസിൽ, അതായത് നിങ്ങൾ BE/BTech ആണെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 7.5 CGPA എങ്കിലും വേണമെന്ന് പറയുന്നുണ്ട് പ്രീവിയസ് സെമിസ്റ്ററിൽ. സോ അത്രയും ഡിമാൻഡിങ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അത്രയും നല്ലൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൂടെ തന്നെയാണിത്. അതുപോലെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ അവർ പറയുന്നുണ്ട് തന്നിട്ടുള്ള ഒരു ഫോം ഉണ്ട്. ആ ഫോം ഞാൻ കാണിച്ചു തരാം. ആ ഫോം നമ്മൾ ഈ ഒരു അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്യേണ്ടതാണ്. സ്പീഡ് പോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് ഡെലിവറിയോ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ആ എൻവലപ്പിൽ എഴുതേണ്ട കാര്യങ്ങളെല്ലാവരും സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് പറയുന്നുണ്ട്. സമ്മർ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം അറ്റ് CSIR CMERI 2025 എന്നുള്ള ആ ഒരു ഹെഡിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കണമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ
ദ ഹെഡ് സ്കിൽസ് ആൻഡ് ഇന്നോവേഷൻ പ്രൊമോഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് CSR ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ ദുർഗാപൂരിൻ്റെ. അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് എൻവലപ്പിലിട്ട് ഈ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം നമ്മളൊരു പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻ ഹാൻഡായിട്ടോ അവിടെ എത്തിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു ടൈം പീരീഡ് ഡ്യൂറേഷനും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതിന് മുന്നാകെ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. അതുപോലെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ കോപ്പി ഫോർ LOR, NOC. ഇപ്പോൾ നമ്മൾ കറണ്ടായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിലുള്ള ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ ലെറ്ററും അതുപോലെ തന്നെ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഡേറ്റ് ആൻഡ് ടൈം പീരീഡ് ബിഫോർ ദ പ്രൊപ്പോസ്ഡ് സമ്മർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നുണ്ട്. സോ അവർ പറഞ്ഞിട്ടുണ്ട് മെയ് ടൈമിലാണ് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ടാകുക. അതിന് മുന്നാകെ നമ്മളവിടെ എത്തിക്കേണ്ടതുണ്ട്. അതുപോലെ സെൽഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കോപ്പി, അതായത് നമ്മൾ സിഗ്നേച്ചർ എഴുതിയിട്ടുള്ള ഒരു മാർക്ക് ഷീറ്റ്സിൻ്റെ കോപ്പി, അതായത് ടെൻത്ത് +2 പോലുള്ള എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള ബോർഡ് എക്സാംസിൻ്റെ എസ്പെഷ്യലി പറയുന്നുണ്ട്. 10th ഒരു ചോദിക്കുന്നുണ്ട്. അതുപോലെ ബയോഡേറ്റ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അനക്ഷർ വരുന്നുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ പോസ്റ്റ് ചെയ്യാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, ആ LOR NOC ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, അത് റിജക്റ്റ് ആയി പോകുന്നവരെടുത്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ കോൾസും കാര്യങ്ങൾ അലൗഡ് അല്ല, പേഴ്സണൽ ഫോൺ കോൾസ് ഒന്നും അലൗഡ് അല്ല, മെയിൽ ID തന്നിട്ടുണ്ട്. ദെൻ വെൻ ടു അപ്ലൈ എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി ഡേറ്റ് ബൈ മാർച്ച് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് 2025 വരെ ടൈമുണ്ട്. സോ അതിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ദി സെലക്റ്റഡ് സ്റ്റുഡൻസ് ലാസ്റ്റ് വീക്ക് ഓഫ് ഏപ്രിൽ 2025 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുപോലെ മെയിലും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വെബ്സൈറ്റ് എപ്പോഴും വിസിറ്റ് ചെയ്ത് നോക്കേണ്ടതുമാണ്. സോ അതുപോലെ അവർ പറയുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്, അക്കോമഡേഷനോ ഒരു സ്റ്റൈപ്പൻറ്റോ കാര്യങ്ങളൊന്നും ഇവിടെ ലഭിക്കുന്നതല്ല. ദെൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും തന്നിട്ടുണ്ട്. സോ ഈ ഒരു ഇൻഫോർമേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ആവശ്യപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സും എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് അവർക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ന്യൂസ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് ഞാൻ പറയുന്നത് അനക്ഷർ. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ബയോഡേറ്റ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ 12th +2 മാർക്സും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. സോ അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അതുപോലെ NOCയും LOR ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനും നമ്മുടെ യൂണിവേഴ്സിറ്റി ഹെഡിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. സോ ഇതൊക്കെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫർമേഷൻ. CSIR CMERI ദുർഗാപൂർ വെസ്റ്റ് ബംഗാൾ നൽകുന്ന ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്, എസ്പെഷ്യലി ഫോർ ടെക്നോളജി, അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. സോ ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് മറ്റുള്ള കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അതുപോലെ ഉപകാരപ്രദമാകുന്ന സ്റ്റുഡൻസിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ ഇതാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇൻഫോർമേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.